I+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ എന്താണ് സെറ്റ് സുവോളജി, അതായത് ജൂലൈ 2025 സെറ്റ് സുവോളജി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ സീരീസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്, ദ റിപ്രസന്റ് പ്രോട്ടീൻ ഇൻ എ ഓപ്പറോൺ ഇൻഹിബിറ്റ്സ് ജീൻ എക്സ്പ്രഷൻ ബൈ ബൈൻഡിങ് ടു എ സ്പെസിഫിക് റീജിയൻ. സ്ട്രക്ചറൽ ജീൻ, പ്രൊമോട്ടർ, RNA പോളിമറൈസ്, ഓപ്പറേറ്റർ. അതായത് ഓപ്പറോൺ എന്ന് പറയുന്ന ഭാഗം, ഓപ്പറോണിന്റെ റിപ്രസർ പ്രോട്ടീൻസ് എവിടെയാണ് ബൈൻഡ് ചെയ്യുന്നത്? റിപ്രസർ എന്ന് പറഞ്ഞാൽ ജീൻ റിപ്രഷന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസിലേക്ക് ബൈൻഡ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ജീൻസിലാണോ, പ്രൊമോട്ടറിലാണോ, RNA പോളിമറൈസിലാണോ, ഓപ്പറേറ്ററിലാണോ? ഏതിലാണ്? ഓപ്പറേറ്ററിലാണ്. ഏതാണ് ഓപ്പറേറ്റർ? അതായത് പ്രോക്യാരിയോട്ടുകളിലാണ് ഓപ്പറോൺസ് ഉള്ളതെന്ന് അറിയാലോ. ലാക്ക് ഓപ്പറോൺസ് എല്ലാം ഈക്കോളെ പോലുള്ള പ്രോക്യാരിയോട്സിലാണ് കാണുന്നത്. അവിടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സിന്റെയും അതേപോലെ തന്നെ സ്ട്രക്ചറൽ ജീനിന്റെയും ഇടയിലായിട്ടാണ്. പ്രൊമോട്ടറിന്റെയും സ്ട്രക്ചറൽ ജീൻസിന്റെയും ഇടയിലാണ് ആരെ കാണുന്നത്? ഓപ്പറേറ്റേഴ്സ് എന്ന് കാണുന്നത്. സോറി, പ്രൊമോട്ടർ ഇവിടെയാണ്. അതായത് നോക്കുക, പ്രൊമോട്ടറിന്റെയും സ്ട്രക്ചറൽ ജീൻസിന്റെയും ഇടയിലാണ് ഓപ്പറേറ്റർ കാണുന്നത്. ഈ ഓപ്പറേറ്റർ എന്താണ്? സ്പെസിഫിക്കലി ഈ പറയുന്ന റിപ്രസർ പ്രോട്ടീൻസ് വന്ന് ഫോം ചെയ്യുമ്പോൾ ഈ റിപ്രസർ പ്രോട്ടീൻസ് ആരിലേക്കാ ചെന്ന് ബൈൻഡ് ചെയ്യുന്നത്? ഓപ്പറേറ്റേഴ്സിലേക്ക് ചെന്ന് ബൈൻഡ് ചെയ്ത് RNA പോളിമറൈസിനെ അവിടെ സ്ട്രക്ചറൽ ജീനുകളെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. ഇതാണ് സ്ട്രക്ചറൽ ജീനുകളെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്ന് റിപ്രസ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓപ്പറേറ്ററിൽ അത് ഓർക്കണം, ഇവിടെ സ്ട്രക്ചറൽ ജീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിനെ എൻകോഡ് ചെയ്യാനാണ്. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി? RNA പോളിമറൈസിനെ ബൈൻഡ് ചെയ്യാനുള്ള ഭാഗമാണ് പ്രൊമോട്ടർ. RNA പോളിമറൈസ് അതിനുള്ള ഏതാണ്? എൻസൈമാണ്. ആ പേരിൽ തന്നെ മനസ്സിലാവല്ലോ, ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണ്, ഓൺ ഓഫ് ചെയ്യാൻ നിൽക്കുന്നതാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അടുത്തത്, ഇൻ ടാക്സോണമി ദ ലോ ഓഫ് പ്രയോറിറ്റി ഈസ് റിലേറ്റഡ് ടു, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ലോ ഓഫ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിൽ ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ്? The name of the species is composed of generic name and specific name. The oldest available valid name is the correct formal scientific name. The name of each taxon must be unique. The scientific name of a species is a combination of two names. This is law of priority. Priority എന്ന് പറഞ്ഞാൽ ആർക്കാണ് മുൻതൂക്കം കൂടുതൽ? ഏതാണ് ഓപ്ഷൻ? ഏതാണ് ഓപ്ഷൻ ബി ആണ്. ഈ പറയുന്ന ലോ ഓഫ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ICZN-ന്റെ ബയോളജിക്കൽ നോമൻക്ലേച്ചർ, ICZN-ന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇതെന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് പബ്ലിഷ്ഡ് നെയിം, വാലിഡ് നെയിം ഓഫ് എ സ്പീഷ്യസ് ഓർ ടാക്സോൺ ഹാസ് പ്രയോറിറ്റി ഓവർ ലേറ്റർ നെയിംസ്. അതായത് ഒരു സ്പീഷ്യസിന് ആദ്യം ഒരു പേര് നൽകിയിരുന്നു, അതിനുശേഷം പിന്നീട് പേര് നൽകുന്നുണ്ടെങ്കിലും അതിന്റെ പ്രസന്റ് ആയിട്ടുള്ള പേര് എങ്ങനെയായിരിക്കണം? പ്രയോറിറ്റിനെ ബേസ് ചെയ്ത്, അതായത് ഫസ്റ്റ് ഏതാണോ പബ്ലിഷ് ആയിട്ടുള്ളത് ആ പേരിലായിരിക്കണം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയും യൂണിഫോമിറ്റിയും എല്ലാം നിലനിൽക്കാനാണ്. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? അതായത് ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞത് ദ നെയിം ഓഫ് സ്പീഷ്യസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് നെയിം. അത് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ദ നെയിം ഓഫ് ഈച്ച് ടാക്സ മസ്റ്റ് ബി യൂണിക്. അതും നോമൻക്ലേച്ചറിന്റെ ഭാഗമാണ്. അത് എന്തിന്റെ ഭാഗമല്ല? ലോ ഓഫ് പ്രയോറിറ്റിയുടെ ഭാഗമല്ല. അടുത്തത്, ദ അനിമൽ ദാറ്റ് ബിലോങ്സ് ടു ഫൈലം ഒനിക്കോഫോറ. ഒനിക്കോഫോറ ആർ കോംബ് ജെല്ലീസ്, വെൽവെറ്റ് worms, റൗണ്ട് worms, eel worms. അതിനകത്ത് ഏതാണ് ഒനൈക്കോഫോറ എന്ന് പറയുന്ന ഫൈലത്തിൽ ബിലോങ് ചെയ്യുന്ന അനിമൽസ്? ഏതാണ്? വെൽവെറ്റ് worms ആണ്. അതായത് ഈ പറയുന്ന ഒനൈക്കോഫോറ എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഫൈലമാണ്. സോഫ്റ്റ് ബോഡിയുള്ള ഈ പറയുന്ന വേം ലൈക്ക് ഇൻവെർട്ടിബ്രേറ്റ് സെഗ്മെന്റ്സ് ഉള്ള സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള അനിമൽസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ഫൈലം, ചെറിയ ഫൈലമാണ് ഒനൈക്കോഫോറ എന്ന് പറയുന്നത്. അവരെ നമുക്ക് കോമൺ ആയിട്ട് പേര് പറയുന്നതാണ് വെൽവെറ്റ് worms. കാരണം അവരൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസ് കൊണ്ടാണ് ഒനൈക്കോഫോറയെ നമുക്ക് എന്തായിട്ട് പറയുന്നത്? ഈ പറയുന്ന വെൽവെറ്റ് worms ആയിട്ട് പറയുന്നത്. അവർക്കൊരു ലോബോപോഡിയൽ, അതായത് വളരെ സ്റ്റബി ആയിട്ടുള്ള ഒരു അൺജോയിന്റഡ് ആയിട്ടുള്ള
ലെഗുകൾ ഉണ്ട്, ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് സ്കെലട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും മൊനൈക്കോഫോറയെ നമ്മൾ കാണുന്നത് ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളാണ്. ഇതുകൂടി മനസ്സിലാക്കുക. അനലിഡുകളുടെയും ആർത്രോപോഡുകളുടെയും ലിങ്കിങ് ഫൈലം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഒനൈക്കോഫോറയാണ്. അനലിഡ്സിന്റെയും ആർത്രോപോഡയുടെയും ലിങ്കിങ് ആയിട്ടുള്ള എവല്യൂഷണറി ലിങ്ക് ഓഫ് ഫൈലം എന്ന് പറയുന്ന ഒനൈക്കോഫോറയാണ്. കോം ജെല്ലീസ് അല്ലായിരുന്നു. കോം ജെല്ലീസ് ആരുമായിട്ട്? ഫൈലം ടീനോഫോറയിലാണ്. റൗണ്ട് വാം ഹെമറ്റോഡയിലാണ്. ഈൽ വോംസ് ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള നെമറ്റോഡാണ്. The kingdom that has highest nutritional diversity is Animalia, Plantae, Monera, Fungi. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഇതിൽ ഏത് കിങ്ഡത്തിനാണ്? കിങ്ഡം അനിമേലിയ, പ്ലാന്റിയെ, മൊണേറ, ഫംഗി. ഓർക്കണം, അനിമേലിയ നമ്മൾ മനുഷ്യർ എങ്ങനെയാണ്? സ്ട്രിക്ട്ലി ഹെറ്ററോട്രോഫിക് ആണ്. അതായത് മറ്റൊരു ജീവിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ഫുഡ് ഇൻടേക്ക് നടക്കുന്നുള്ളൂ. അതാണ് ചോദിക്കുന്നത്. ന്യൂട്രീഷണൽ മോഡാണ് ഇവിടെ ചോദിച്ചത്. പ്ലാന്റ് ആണെങ്കിലോ അവർക്ക് എന്തൊക്കെയുണ്ട്? ഫോട്ടോ ഓട്ടോട്രോഫ്സ് ആണ്. അതായത് സ്വന്തമായി ഫുഡ് ഉണ്ടാവുന്ന ഫോട്ടോ ഓട്ടോട്രോഫിക് ആണ്. ഫഞ്ചയുടെ കേസ് നോക്കുക, അതില് ഹെറ്ററോട്രോഫ്സ് ഉണ്ട്, ഹെറ്ററോ ഉണ്ട്, സാപ്രോ ഉണ്ട്, പാരസൈറ്റ്സും ഉണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ ന്യൂട്രീഷണൽ മോഡ്സ് ഉള്ളവരാണ് മൊണേറ എന്ന് പറയുന്നത്. കിങ്ഡം മൊണേറ ഇൻക്ലൂഡ്സ് ഏതാണ്? മൊണേറയിൽ ഇൻക്ലൂഡ് ചെയ്തത് പ്രോകാരിയോട്സ് ആണ്. ഈ പറയുന്ന ബാക്ടീരിയ സൈനോ ബാക്ടീരിയ ആണ്. അതിൽ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ന്യൂട്രീഷണൽ നോട്ട്സ് ഉണ്ട്. ഓട്ടോട്രോഫ്സ് ഉണ്ട്, അതായത് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവര്. കീമോ ഓട്ടോട്രോഫി ഉണ്ട്, ഇനോർഗാനിക് കെമിക്കൽസിനെ യൂസ് ചെയ്യുന്നത്. ഹെറ്ററോട്രോഫി, പാരസൈറ്റിസം, സാപ്രോഫൈറ്റിസം എന്നിങ്ങനെ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷണൽ മോഡ്സ് ഇൻവോൾവ് ആയിരിക്കുന്നത് ആർക്കാണ്? ഈ പറയുന്ന കിങ്ഡം മൊണേറ ബാക്ടീരിയ അല്ലെങ്കിൽ പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസിലാണ്. Enterocoelic animals are arthropods, echinoderms, mollusks, nematodes. Enterocoelic ആയിട്ടുള്ള animals ഇതിൽ ഏതാണ്? ഇതില് എക്കിനോഡേംസ് ആണ്. ഏതാണ്? എക്കിനോഡേംസ്. എന്താണ് ഈ പറയുന്ന എന്ററോസീലി അല്ലെങ്കിൽ എന്ററോസീലോംസ് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറഞ്ഞാൽ? സീലോം എന്ന് പറയുന്നത്, ബോഡി ക്യാവിറ്റി എന്ന് പറയുന്നത് എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് ആർക്കിൻഡോറോണിൽ നിന്നും ഫോം ചെയ്തതാവണം. എന്ററോസീലി എന്ന് പറയുന്നത് എന്താണ്? പ്രിമിറ്റീവ് ഗട്ട്, അതാണ് ആർക്കിൻഡ്രോൺ. ആ ആർക്കിൻഡ്രോണിന്റെ ഔട്ട് പോക്കറ്റിങ്ങിലൂടെയാണ് ബോഡി ക്യാവിറ്റിയുടെ ഫോർമേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ററോസീലി എന്ന് പറയുന്നത്. ഇത് പൊതുവെ ഡ്യൂട്ടറോസ്റ്റോംസിന്റെ ഫീച്ചർ ആണ്. അതായത് എക്കിനോഡേംസ്, അതേപോലെ തന്നെ കുറച്ച് കോഡേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സിന്റെ എല്ലാം ഫീച്ചർ ആണ് ഈ പറയുന്ന ഡ്യൂട്ടറോസ്റ്റോം അല്ലെങ്കിൽ എന്ററോസീലി എന്ന് പറയുന്നത്. എന്ററോസീലിക് ഡെവലപ്മെന്റിൽ എന്താണ് ഈ മീസോഡാം എന്ന് പറയുന്നത്? എന്ററോസീലിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് മീസോഡാം എന്ന് പറയുന്നത് ആർക്കെൻഡ്രോന്റെ പൗച്ചസിൽ നിന്നാണ്. അതായത് അവരെന്താണ്? ഒരു ട്രൂ സീലോം ആണ് ഇങ്ങനെയുള്ള വ്യക്തികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫൈലത്തിൽ അല്ലെങ്കിൽ ഓർഗാനിസത്തിൽ ഉണ്ടാകുന്നത്. ആർത്രോപോഡ അങ്ങനെയാണോ? ആർത്രോപോഡ എന്ന് പറയുന്നത് പ്രോട്ടോസ്റ്റോംസ് ആണ്. അതായത് ഷൈസോസീലി ആണ് അവർക്കുള്ളത്. മൊളുസ്ക എന്ന് പറയുന്നതും പ്രോട്ടോസ്റ്റോം ആണ്, ഷൈസോസീലിക് ആണ്. അതുകൊണ്ട് നെമറ്റോഡയുടെ പ്രത്യേകത എന്താണ്? അത് സ്യൂഡോസീലോമേറ്റ് ആണ്. അവരുടെ മീസോഡ് കംപ്ലീറ്റ്ലി ക്യാവിറ്റി കൊണ്ട് ലൈൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് അതുമല്ല. ഏതായിരുന്നു ആൻസർ? എക്കിനോഡേംസ് ആണ്. മാച്ച് ദി ഫോളോയിങ്. ഇതില് പ്രോട്ടോപ്റ്ററൻസ് ഏത്? അതായത് പ്രോട്ടോപ്റ്ററസ് ആരുമായിരുന്നു? പ്രോട്ടോപ്റ്ററസ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ലങ്ഫിഷ് ആണ്. പെട്രോമൈസൻ എന്ന് പറയുന്നത് ലാംബ്രേ. മൈക്സിൻ എന്ന് പറയുന്നത് ഹാറ്റ് ഫിഷും നിയോസെറോറ്റോഡസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ലങ്ഫിഷും ആണ്. കോമൺ ആയിട്ട്, അതായത് ഈ ഭാഗം കുറെ കൂടി സിമ്പിൾ ആയിരുന്നു. അതായത് നമുക്ക് അറിയാവുന്ന ജനറിക് നെയിംസ് ആണ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കോമൺ നെയിംസ് അതുപോലെയായിരുന്നു. ക്ലിയർ ആയല്ലോ? Which one of the following statement is not true about apiculture? അത് നമ്മൾ നോക്കണം. അതായത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഓരോന്ന് വായിച്ച് മനസ്സിലാക്കണം. ഫസ്റ്റ്, the dearth period is a time when there is a shortage of nectar producing flower in the bee colonies foraging region. Correct ആണോ? True ആണോ? False ആണോ?
കറക്റ്റ് ആണ്. അതായത് ഡെർത്ത് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോളനും അതേപോലെ തന്നെ നെക്ടറും സ്കാഴ്സ് ആണ്. അതായത് എന്ത് ചെയ്യണം, ഹണി പ്രൊഡക്ഷൻ ആ സമയത്ത് കുറവാണ്. അങ്ങനെയുള്ള പീരീഡുകളെയാണ് നമ്മൾ ഡെർത്ത് പീരീഡ് എന്ന് പറയുന്നത്. അടുത്തത് ഏതാ? The beeswax is secreted by abdominal glands of worker bees and is used for building honeycombs. Beeswax ആരാണ്? വർക്കർ ബീസിന്റെ അബ്ഡോമിനൽ ഗ്ലാൻസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹണി കോംസ് ഫില്ല് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ പറയുന്ന ബീവാക്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ സെക്കൻഡും ഓപ്ഷൻ കറക്റ്റ് ആണ്. അടുത്തത് the queen substance is a pheromone secreted by mandibular glands of worker bees that maintains the colony structure. Queen substance ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. അതായത് queen substance അല്ലെങ്കിൽ queen pheromones ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും? വർക്കർ ബീസ് അല്ല, മറിച്ച് ക്യൂൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് പൊതുവെ ക്യൂൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വർക്കർ ബീസിന് എന്തുണ്ടാവാതിരിക്കാൻ, ഓവറി ഡെവലപ്മെന്റ് ഉണ്ടാവാതിരുന്ന് കോളനിയുടെ കൊഹീഷന് വേണ്ടി, അതായത് ഇവരൊരു ഫെർട്ടൈൽ ക്യൂൻ ഉണ്ട് എന്ന് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്യൂൻ സബ്സ്റ്റൻസ്. സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരായിരുന്നു? ക്യൂൻ ആയിരുന്നു. സോ ഇതാണ് റോങ്. അടുത്ത് നോക്കുക, ദ റോയൽ ജെല്ലി is secreted by worker honeybee and helps the queen mature into a large and fertile bee. അതെ, ക്യൂൻ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ റോയൽ ജെല്ലി എന്ന് പറയുന്നത് വർക്കർ ബീസിന്റെ ഹൈപ്പോഫാരിഞ്ചിയൽ ഗ്ലാൻഡിലാണ്. അത് കൂടി ഓർക്കുക. എവിടെയാണ്? ഹൈപ്പോഫാരിഞ്ചിയൽ ഗ്ലാൻഡ്സ് ആണ്. അത് പൊതുവെ അവര് ലാർവയ്ക്ക് ഫീഡ് ചെയ്ത് അതിനെ ക്യൂനായിട്ട് ഡിസ്റ്റൈൻ ചെയ്യും. അതായത് ഏത് ലാർവേനെയാണോ അവർ ക്യൂനായിട്ട്, അടുത്ത ക്യൂനായിട്ട് നോക്കിയിരിക്കുന്നത്, അതിനെ ഫെഡപ്പ് ചെയ്യുന്നു. സോ ഹൈപ്പോഫാരിഞ്ചിയൽ ഗ്ലാൻഡ്സ് ആണ് എന്ന് കൂടി ഓർത്തിരിക്കണം. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതാണ് പറയുന്നത് ക്യൂൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ക്യൂൻ ബി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലാതെ ആരല്ല? വർക്കർ ബീസ് അല്ല. Which of the following is not a mammal? ഇതിൽ മാമൽ അല്ലാത്തത് ഏത്? സൈനോഗ്നാത്തസ്, ബലിയാനോപ്റ്ററ, ടാക്കിഗ്ലോസസ് ഓർ നൈത്തോറിംഗസ്. ഇതിനകത്ത് ഏതാണ് മാമൽ അല്ലാത്തത്? ഏതാണ്? ഓർക്കണം, സൈനോനാപ്തസ് എന്ന് പറയുന്നത് റെപ്റ്റൈൽ ആണ്. ബലിയനോപ്റ്ററ എന്ന് പറയുന്നത് ഏതാണ്? ബ്ലൂ വെയിലിനെ സൂചിപ്പിക്കുന്നതാണ്. ടാക്കിഗ്ലോസസ് എന്ന് പറയുന്നത് ഏതാണ്? എക്കിഡ്നയാണ്. ഓർണിത്തോറിംഗസ് എന്താണ്? ഓർണിത്തോറിംഗസ് എന്ന് പറയുന്നത് പ്ലാറ്റീപ്പസ് ആണ്. ഇനി നമുക്ക് മനസ്സിലാക്കാലോ ഏതാണ് ഈ പറയുന്നത് മാമൽ അല്ലാത്തത്. ഏതാണ്? റെപ്റ്റൈൽ അല്ലെങ്കിൽ സൈനോഗ്നാത്തസ് ആണ്. എന്താണ് ഈ സൈനോഗ്നാത്തസ്? സൈനോഗ്നാത്തസ് വാസ് മാമൽ ലൈക്ക് റെപ്റ്റൈൽ ആണ്. ഫ്രം ദി ട്രയാസിക് പീരീഡ്. ഏത് സമയത്താണ്? ട്രയാസിക് പീരീഡ് ആണ്. അവരൊരു സിനാപ്സിഡ് ആണ്. പക്ഷെ എന്തല്ല, ഒരു ട്രൂ മാമൽ അല്ല. ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും മോഡേൺ മാമൽ അല്ലെങ്കിൽ എഗ് ലൈങ് ആയിട്ടുള്ള മോണോട്രീംസിന്റെ കീഴിൽ വരുന്നതാണ്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും. മോണോട്രീംസ് എന്ന് പറഞ്ഞാൽ എഗ് ലൈങ് മാമൽസ് ആണ്. അടുത്തത്, which of the following is mismatched? Cetacea dolphin, Sirenia whale, Perissodactyla equus, Aridodactyla buffalo. Which one of the following is mismatched? സെറ്റേഷ്യ എന്ന് പറയുന്നത് എന്താണ്? മറൈൻ മാമൽസ്, അതായത് ഡോൾഫിൻസ് പോലുള്ള മറൈൻ മാമൽസ് ഉള്ളതാണ്. സോ അത് കറക്റ്റാ. അടുത്ത ഓർക്കണം, പെരിസോഡാക്ടൈല എന്ന് പറയുന്നത് ഓഡ് ടോഡ് അങ്കുലേറ്റ്സ് ഉള്ളവർ, അതായത് ഈ പറയുന്ന ഹോഴ്സ്, കുതിര പോലുള്ളതാണ്. കുതിരയുടെ സയന്റിഫിക് നെയിം ആണ് ഇക്വസ് എന്ന് പറയുന്നത്. സോ ഇതും ഓക്കെ ആണ്. അർട്ടിയോഡാക്ടൈല എന്ന് പറയുന്നത് ഇവൻറ്റോഡ്, ആര്? ബഫല്ലോ, കൗവ്, ഡിയർ, പിഗ് എല്ലാമാണ്. സോ മിസ്മാച്ച്ഡ് ആയിട്ടുള്ളത് ഏതാണ്? സൈറേനിയ അല്ലെങ്കിൽ വെയിൽ ആണ്. വെയിൽസ് ബിലോങ് ടു സിറ്റേഷ്യ, നോട്ട് സൈറേനിയ. അതായത് ഇവര് മറൈൻ മാമൽസ് ആണ്. മറൈൻ മാമൽസ് ഇതിനകത്തേക്കാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്. സിറ്റേഷ്യസിലാണ്, സൈറേനിയയിലല്ല. സൈറേനിയയിൽ വരുന്നത് മനാക്കീസും ഡുഗോംഗുമാണ്. അതായത് അക്വാട്ടിക് ഹെർബിവോറസ് ആയിട്ടുള്ള അക്വാട്ടിക് മാമൽസിൽ വരുന്നതാണ് ഈ പറയുന്ന സിറേനിയ എന്ന് പറയുന്നത്. ഡുഗോങ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അസീരിയ കൊറേനോസസ് ഈസ് എ പെസ്റ്റ്, അതായത് ഒരു പെസ്റ്റിന്റെ പേരാണ് അത്. കോക്കനട്ട് പാം, ബനാന, റൈസ്, ഷുഗർ കെയിൻ. ഇതിന് ഏതാണ് ഈ പറയുന്ന പെസ്റ്റ് ആയി മാറിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഇതിലെ ഏതിന്റെ പെസ്റ്റ് ആണ്
മുകളിൽ കാണിച്ചിട്ടുള്ളത് ഏതാണ്? കോക്കനട്ട് പാം ആണ്. ഇതിനെ നമുക്ക് അസീരിയ ഗുയോനോസിനെ നമ്മൾ കോക്കനട്ട് മിച്ച് എന്നും കൂടി പറയാം. ഇസ് എ സീരിയസ് പെസ്റ്റ് ഓഫ് കോക്കനട്ട്സ്. കോക്കനട്ട്സിനെ ഡാമേജ് ചെയ്യുന്നവരാണ്. എവിടെ? ഈ പറയുന്ന യങ് ആയിട്ടുള്ള കോക്കനട്ടിന്റെ ഫ്രൂട്ട്സിന്റെ എപ്പിഡെർമൽ സെൽസിനെയാണ് ഇവർ ഫീഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എപ്പിഡെർമൽ സെൽസിനെ അവർ എന്ത് ചെയ്യുന്നു? ഫീഡ് ചെയ്യുന്നു. ഡാമേജ് എന്തൊക്കെയാണ്? നട്ടിന്റെ സർഫസിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, നട്ടിന്റെ സൈസ്, വെയിറ്റ്, അതേപോലെ തന്നെ ആ ചെറിയ നട്ട് സിവിയർ ആയിട്ടുള്ള ഇൻഫെസ്റ്റേഷൻ വന്ന് അത് താഴെ പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു എറോഫൈഡ് ആയിട്ടുള്ള മൈറ്റ് ആണ് ഏത് പറയുന്നത്? ഈ പറയുന്ന അസീരിയ ഗുയോനോസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത വളരെ മൈക്രോസ്കോപ്പിക് ആണ്. അതായത് കെമിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പെസ്റ്റ് ആണ് ഈ പറയുന്നത്. എന്ത് ചെയ്തു? ഇന്നത്തെ ഈ സെക്ഷനിലെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത സെക്ഷനിൽ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.